ഹായ്, ഇറ്റ് ഈസ് മലയാള വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ വ്യഞ്ജനാക്ഷരം പഠിച്ചത്? ക അല്ലേ? ഏതാ പഠിച്ചത് നമ്മള്? ക എങ്ങനെ എഴുതി? മുകളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ചെറിയൊരു റാ, അത് വീണ്ടും താഴെലോട്ട് എഴുതി അവിടെ മുട്ടിച്ചു. എന്നിട്ടോ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടത്തോട്ട് എഴുതി ക അല്ലേ? ഇന്ന് പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം ഘ. ഏതാ? ഘ. ഘ എങ്ങനെ എഴുതുന്നു നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കണേ. ഏതാ പഠിക്കുന്നത്? ഘ. ഘ എഴുതുന്നത് നമ്മൾ ആദ്യം ഒരു ചെറിയ സർക്കിള് കാണുന്നുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? ആ സർക്കിളിനോട് നമ്മളൊരു റാ കൊടുക്കണം. സർക്കിളിനോട് കൂടി വേണം റാ എഴുതാൻ. ശ്രദ്ധിച്ചു നോക്കി, നമ്മള് സർക്കിളിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇതിനോട് കറക്കി വേണം റാ എഴുതാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ വാ പഠിച്ചില്ലേ? ഏതാ അക്ഷരം? വാ പഠിച്ചില്ലേ? ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എഴുതിയിട്ട് വാ, അത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് മുകളിലേക്ക് കൊടുക്ക. ഏതാ അക്ഷരം? ഘ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു കുഞ്ഞ് സർക്കിള്, എന്നിട്ട് എന്ത് ചെയ്തു നമ്മള്? ആ സർക്കിളിന്ന് ഇങ്ങനെ കറങ്ങി റാ എഴുതി കൊടുത്തു അല്ലേ? ഇതുവരെ തിരിഞ്ഞുവല്ലോ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. ചെറിയൊരു സർക്കിള്, അതിൽ നിന്ന് ഇങ്ങനെ കറങ്ങി റാ എഴുതി. മനസ്സിലായോ? ഒന്നുകൂടി നോക്ക്. ഇവിടുന്ന് ചെറിയൊരു സർക്കിള്, ആ സർക്കിളിൽ നിന്ന് ഇങ്ങനെ റാ. ഇതുവരെ മനസ്സിലായല്ലോ? ഇവിടുന്ന് നമ്മള് വാ ഇങ്ങനെ പഠിച്ചില്ലേ? ഇവിടത്തോട്ട് ഇവിടുന്ന് അത് ഇവിടെ എഴുതി കൊടുക്കുക. താഴ്ന്ന് ഇങ്ങനെ വന്ന് അത് മുകളിലോട്ട്. അക്ഷരം ഏതായി? ഘ. മനസ്സിലായോ? ദാ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കേ. ഘ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്ക്. സർക്കിള്, അതിനോട് കറങ്ങി റാ എഴുതി. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരഞ്ഞ് മുകളിലോട്ട് വാ എഴുതി കൊടുത്തു. അതിന്റെ ലാസ്റ്റില് ഏതാ അക്ഷരം? ഘ. ഒന്നുകൂടി നോക്കിയേ. ചെറിയൊരു സർക്കിള്, അതിൽ നിന്ന് ഇങ്ങനെ റാ എഴുതി ഇവിടുന്നോട്ട് വരച്ച് മുകളിലോട്ട് ഘ. ശ്രദ്ധിച്ചു നോക്കിയ, കൈവിടാതെ എഴുതി നോക്കാം. ശ്രദ്ധിച്ചു നോക്കണം. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി റാ ഇങ്ങനെ വന്ന് മുകളിലോട്ട്. ഒന്നുകൂടി നോക്കിയേ. ഘ എഴുതുന്നേ മനസ്സിലായോ? ഒന്ന് എഴുതി നോക്കിയ പതിയെ. വ്യഞ്ജനാക്ഷരം ഘ. പറ്റുന്നുണ്ടോ എഴുതാൻ? പതിയെ എഴുതി നോക്കിയേ. ഘ. അക്ഷരങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിഹ്നങ്ങളുണ്ട്. ചിഹ്നങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ വാക്കുകൾ പഠിക്കാം. അല്ലാതെ വേഗം വാക്കിലേക്ക് പോയാല് ഒന്നും മനസ്സിലാവൂല. നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പതിയെ മനസ്സിലാക്കി പഠിച്ചു പോവാം. ഓക്കെ, ഇന്നേതാ പഠിക്കുന്നപ്പോ? ഘ. ഘ എഴുതാൻ മനസ്സിലായോ? എഴുതാൻ പറ്റുന്നുണ്ടോ ബുക്കില്? ഓക്കെ. സർക്കിള്, അതിനോട് ചേർന്ന് റാ, പിന്നീട് അവിടുന്ന് താഴത്തോട്ട് നീട്ടി വരച്ച് മുകളിലോട്ട് ഘ. പറഞ്ഞുകൊണ്ട് എഴുതണം. വ്യഞ്ജനാക്ഷരം ഘ. ഏതാ? വ്യഞ്ജനാക്ഷരം ഘ. ഇന്നെന്താ പഠിച്ചത്? വ്യഞ്ജനാക്ഷരം ഘ. മനസ്സിലായോ? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.